ഒന്ന് കേട്ടൊരു കഥ ഞാൻ പറയാം. കഥയായിട്ട് മാത്രം കണ്ടാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ഒരു നഗരത്തില് അസ്വാഭാവികമായൊരു പെൺകുട്ടി മരണപ്പെട്ടു. അലീസ. ഓർഫനേജിന്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന അലീസയെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് കാണാതാവുന്നത്. പിന്നീട് അറിയുന്നത് അലീസയുടെ മരണവാർത്തയാണ്. അവരാ, ഞാനല്ല. Still the questions remains: who, when, where, how. ഇന്നും ചുരുളഴിയപ്പെടാതെ കിടക്കുന്ന കേസുകളിലൊന്നായി അലീസ മർഡർ കേസ് മാറി. ഈ ഒരു കേസിൽ അധികം ഒരിടത്തും രേഖപ്പെടുത്താത്ത ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു. അലീസ വാസ് ബ്ലൈൻഡ്. ഈ കാഴ്ചശക്തി ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ അലീസയെ കൊന്ന മ്യൂസിക്കിന്റെ കൂടെ ഇച്ചിരി ഒന്ന് കുറച്ച് വയ്ക്കും. മ്യൂസിക് ഇച്ചിരി ഒന്ന് കുറച്ച് വയ്ക്കും. കാഴ്ചശക്തി ഇല്ലാതിരുന്നുകൊണ്ട് അലീസയെ കൊന്നതാരാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഒരു പക്ഷേ പ്രേതവും ഭൂതവും ഒക്കെ സത്യമാണെങ്കിൽ അതറിയാൻ അലീസയുടെ ആത്മാവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ? That's a question. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജി പോലും കണ്ടിട്ടില്ല. ചേച്ചി വാ, ഇരിക്കുക, ഇരുന്നു. ചേച്ചി എന്ന് വിളിച്ച വിഷമായോ? വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട് വിളിക്കാനായിട്ട്? അതാരാ? ഹസ്ബൻഡ് എവിടെ? ചേട്ടാ, ജോബി ചേട്ടാ, വാ. വീട്ടിൽ എന്താ വിളിക്കുന്നത് ആളിനെ? അങ്ങനെ ഒന്ന് സ്നേഹത്തോടെ വിളിക്കും, എങ്കിലേ വരുമെന്ന്. ഈസ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. കൊച്ചുകുട്ടിയാ, 10 വയസ്സുള്ള കൊച്ചാ. പ്രേതം, മറ്റേ മരിച്ചുപോയ കൊച്ചില്ലേ, അത്. ഇറ്റലിയിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചൊരു കുട്ടിയാ. ആ കുട്ടിയുടെ ഒരു ഹൊറർ സ്റ്റോറി നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. നൗ ബോത്ത് ഓഫ് യു ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എന്തോ ടെൻഷൻ ഉണ്ടല്ലോ ജോബി ചേട്ടൻ, എന്താ? സത്യം? എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ? ചേട്ടാ ഒരു കാര്യം ചെയ്യൂ, രണ്ടുപേരും ഒന്ന് കണ്ണടച്ചിരിക്കണം. കണ്ണടച്ചിരുന്നിട്ട് whenever you are feeling a kind of sensation, just raise your hand like this. ഇങ്ങനെ മെല്ലെ ഒരു ടച്ച് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ just raise your hand. Okay? Yeah. Close your eyes. Comforted. കണ്ണുറക്കരുത്, ജസ്റ്റ് കൈ ഒന്നിങ്ങനെ പൊക്കിയാ. ഓക്കെ, സ്ലോലി ഡൗൺ. ഗോട്ട് ദ പ്ലോട്ട്. അത് ഐഡിയ കിട്ടിയല്ലോ, അതിങ്ങനെ ചെയ്യണം. ചേട്ടാ, സെയിം ദെയർ. whenever you are feeling a kind of sensation, just raise your hand. ഓക്കെ, കൈ പൊക്കി താഴ്ത്തിയാൽ മതി. പൊക്കി ഇങ്ങനെ താഴ്ത്തിയാൽ മതി ഫീൽ ചെയ്യുന്ന സമയത്ത്. അതായത് ഈ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ ഈ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളും സെൻസേഷൻസ്, സ്മെൽ, ടേസ്റ്റ് ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് കണ്ണടച്ചിരുന്നത്. കുട്ടിക്കാലത്ത് ഈ
ഓപ്പൺ യുവർ ഐസ്. എന്താ സംഭവിച്ചെന്നറിയോ? അതൊരു മുത്തശ്ശി കഥ പോലെ അവർ പറഞ്ഞുതരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗ. താങ്ക് യു സോ മച്ച്. കണ്ണൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യും ജോബി ചേട്ടാ? ഒരു ഹഗ് കൊടുക്കുക, ആളിന് ഒരു ഹഗ് കൊടുക്കും. ഈ ഗംഗയെ, ഓജസ്സും തേജസ്സുള്ള ഈ ഗംഗയെ തിരിച്ചു തരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. താങ്ക് യു.